നമസ്കാരം. സ്വന്തം വരുമാനം കണ്ടെത്തണമെന്ന ആഗ്രഹം ഇന്ന് നിരവധി സ്ത്രീകൾക്കുണ്ട്. എന്നാൽ വീട്ടുജോലികൾ, കുട്ടികളുടെ പരിചരണം, യാത്രാ സൗകര്യക്കുറവ്, ആരംഭ മൂലധനമില്ലായ്മ, ബിസിനസിനെ കുറിച്ചുള്ള പരിചയക്കുറവ് തുടങ്ങിയ കാരണങ്ങളാൽ പലരെയും പിന്നോട്ടടിക്കുന്നു. കഴിവുണ്ടെങ്കിലും അതിനെ ഒരു വരുമാന മാർഗമാക്കി മാറ്റാൻ കഴിയാത്ത സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളമുണ്ട്. ചിലർ മികച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കുന്നു, ചിലർ തയ്യൽ ജോലിയിൽ പ്രാവീണ്യമുള്ളവരാണ്, മറ്റു ചിലർ സൗന്ദര്യ പരിചരണം, ട്യൂഷൻ, ഡിജിറ്റൽ സേവനം, കരകൗശല നിർമ്മാണം, കൃഷിയുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ കഴിവുള്ളവരാണ്. എന്നാൽ ഒരു ബിസിനസ് എങ്ങനെ ആരംഭിക്കണം, പണം എവിടെ നിന്ന് കണ്ടെത്തണം, ബാങ്കിനെ എങ്ങനെ സമീപിക്കണം, ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണ്, വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പലരുടെയും മുന്നിലുള്ള പ്രധാന തടസ്സം. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വായ്പാ പദ്ധതികളും സംരംഭക സഹായ സംവിധാനങ്ങളും ശ്രദ്ധേയമാകുന്നത്. എന്നാൽ ഒരു കാര്യം തുടക്കത്തിൽ തന്നെ വ്യക്തമായി മനസ്സിലാക്കണം. സർക്കാർ പദ്ധതി ഉപയോഗിച്ചാൽ എല്ലാ മാസവും 10,000-ഓ 50,000-ഓ രൂപ ഉറപ്പായി ലഭിക്കുമെന്ന് പറയാനാകില്ല. ഒരു പദ്ധതിയും നിശ്ചിത വരുമാനം ഉറപ്പു നൽകുന്നില്ല. വരുമാനം തീരുമാനിക്കുന്നത് ബിസിനസിന്റെ സ്വഭാവം, ഉൽപ്പന്നത്തിന്റെ നിലവാരം, ഉപഭോക്താക്കളുടെ ആവശ്യം, വില നിർണ്ണയം, വിപണനം, ചെലവ് നിയന്ത്രണം, സംരംഭകയുടെ പരിശ്രമം എന്നിവയാണ്. സർക്കാർ പദ്ധതികൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആരംഭത്തിന് ആവശ്യമായ വായ്പ, സബ്സിഡി, പരിശീലനം, വിപണി ബന്ധം തുടങ്ങിയ സഹായങ്ങൾ നൽകുക എന്നത് മാത്രമാണ്. അതിനാൽ ഇന്നത്തെ ഈ വിശദീകരണത്തിൽ സ്ത്രീകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന 3 പ്രധാന അവസരങ്ങളാണ് പരിശോധിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ എത്രയും വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് ഞങ്ങൾ ഈ ഒരു ചാനലിലൂടെ ലഭ്യമാക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ PMEGP, വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുന്നതിനായി പ്രഖ്യാപിച്ച ഷീമാർട്സ് എന്നിവയാണ് അവ. ഇവയിൽ ഏതാണ് സ്വന്തം സാഹചര്യത്തിന് അനുയോജ്യമെന്ന് മനസ്സിലാക്കുന്നതിന് പദ്ധതികളുടെ പേര് മാത്രം കേൾക്കുന്നത് പോരാ. അവയുടെ ലക്ഷ്യം, വായ്പയുടെ പരിധി, അപേക്ഷകയുടെ ഉത്തരവാദിത്തം, തിരിച്ചടവ്, ആവശ്യമായ രേഖകൾ, ബാങ്കിന്റെ പരിശോധന, വിപണി സാധ്യത എന്നിവയും വ്യക്തമായി അറിയണം. ആദ്യം പ്രധാനമന്ത്രി മുദ്ര യോജനയെക്കുറിച്ച് നോക്കാം. ചെറിയതോ സൂക്ഷ്മതലത്തിലോ ഉള്ള വരുമാന സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനായി ആരംഭിച്ച വായ്പാ പദ്ധതിയാണ് പൊതുവെ മുദ്രാ വായ്പ എന്നറിയപ്പെടുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയ പദ്ധതിയല്ലെങ്കിലും വീട്ടിൽ നിന്നോ ചെറിയ സ്ഥാപനത്തിലൂടെയോ സ്വയം തൊഴിൽ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ഇത് ഏറെ പ്രയോജനപ്പെടാം. തയ്യൽ യൂണിറ്റ്, യൂണിഫോം നിർമ്മാണം, കേക്ക്, ബേക്കറി ഉൽപ്പന്നങ്ങൾ, അച്ചാർ, മസാലപ്പൊടി, പലഹാരം, റെഡിമെയ്ഡ് വസ്ത്രവിൽപ്പന, ബ്യൂട്ടി പാർലർ, ഹോം നഴ്സിംഗ് സർവീസ്, കമ്പ്യൂട്ടർ സേവനം, ഫോട്ടോ കോപ്പി കേന്ദ്രം, ഓൺലൈൻ സേവന കേന്ദ്രം, മൊബൈൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി, ചെറിയ ഗതാഗത സേവനം, കരകൗശല നിർമ്മാണം, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങി നിരവധി സംരംഭങ്ങൾക്ക് ധനകാര്യ സ്ഥാപനങ്ങൾ മുദ്രാ വായ്പ പരിഗണിക്കാം. വായ്പയുടെ തുകയും സംരംഭത്തിന്റെ വളർച്ചാഘട്ടവും അടിസ്ഥാനമാക്കി ഇത് 4 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. 50,000 രൂപ വരെയുള്ള വായ്പ ശിശു വിഭാഗത്തിലാണ്. വളരെ ചെറിയ രീതിയിൽ ഒരു പുതിയ പ്രവർത്തനം ആരംഭിക്കുന്നവർക്കാണ് ഇത് സാധാരണയായി അനുയോജ്യമാകുന്നത്. 50,000 രൂപയ്ക്ക് മുകളിൽ 5 ലക്ഷം രൂപ വരെയുള്ള വായ്പ കിഷോർ വിഭാഗത്തിലാണ്. നേരത്തെ ചെറിയ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളവർക്ക് ഉപകരണങ്ങൾ വാങ്ങാനോ ഉൽപാദനം കൂട്ടാനോ കട വികസിപ്പിക്കാനോ ഇത് ഉപയോഗിക്കാം. 5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 10 ലക്ഷം രൂപ വരെയുള്ള വായ്പ തരുൺ വിഭാഗത്തിലാണ്. കൂടുതൽ ഉപകരണങ്ങളും ജീവനക്കാരും വിപണന ചെലവും ആവശ്യമായ വളർന്നുവരുന്ന ബിസിനസ്സുകൾക്ക് ഇത് പരിഗണിക്കാം. ഇതിനു പുറമെ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 20 ലക്ഷം രൂപ വരെയുള്ള തരുൺ പ്ലസ് വിഭാഗവും നിലവിലുണ്ട്. നേരത്തെ തരുൺ വിഭാഗത്തിൽ വായ്പയെടുത്ത് അത് വിജയകരമായി തിരിച്ചടച്ച സംരംഭകർക്ക് കൂടുതൽ വളർച്ചയ്ക്കായി ഈ വിഭാഗം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതിനാൽ ഒരു പുതിയ അപേക്ഷയ്ക്ക് തുടക്കത്തിൽ തന്നെ തരുൺ പ്ലസ് വായ്പ ലഭിക്കുമെന്ന് കരുതരുത്. ഓരോ വിഭാഗവും ബിസിനസിന്റെ ഘട്ടം, ആവശ്യമായ നിക്ഷേപം, മുൻപത്തെ തിരിച്ചടവ് ഹിസ്റ്ററി എന്നിവ അടിസ്ഥാനമാക്കിയാണ് പരിഗണിക്കപ്പെടുന്നത്. ഔദ്യോഗിക ധനകാര്യ സേവന വകുപ്പ് രേഖകൾ മുദ്രാ വായ്പയിലെ ശിശു, കിഷോർ, തരുൺ പ്ലസ് വിഭാഗങ്ങളും അവയുടെ തുക പരിധികളും വ്യക്തമാക്കുന്നു. മുദ്രാ വായ്പയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും ആദ്യം ചോദിക്കുന്നത് ഈ വായ്പയ്ക്ക് സ്വത്ത് പണയം വെക്കേണ്ടതുണ്ടോ എന്നതാണ്. സാധാരണയായി മുദ്രാ വായ്പകൾ പണയരഹിത വായ്പകളായാണ് നൽകുന്നത്. അതായത് ഒരു വീടിന്റെയോ സ്ഥലത്തിന്റെയോ രേഖ നിർബന്ധമായും ബാങ്കിൽ നൽകണം എന്ന വ്യവസ്ഥ പൊതുവെ ഉണ്ടാകില്ല. എന്നാൽ പണയം വേണ്ടുന്നത് വായ്പ സ്വയമേവ അനുവദിക്കപ്പെടുമെന്നർത്ഥമല്ല. അപേക്ഷിക്കുന്ന വ്യക്തിയുടെ ബിസിനസ് ആശയം പ്രായോഗികമാണോ, ആവശ്യപ്പെടുന്ന തുക യുക്തിസഹമാണോ, പ്രതീക്ഷിക്കുന്ന വരുമാനത്തിൽ നിന്ന് മാസത്തവണ അടയ്ക്കാൻ കഴിയുമോ, അപേക്ഷയ്ക്ക് മറ്റു വായ്പാ ബാധ്യതകളുണ്ടോ,
ഉണ്ടോ, ബാങ്ക് അക്കൗണ്ടിൽ സംശയകരമായ ഇടപാടുകളുണ്ടോ, ക്രെഡിറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ബാങ്ക് പരിശോധിക്കും. അതിനാൽ ഒരു ബിസിനസ് തുടങ്ങണം, അതിനാൽ പണം വേണം എന്ന ഒറ്റ വാചകം മാത്രം മതിയാകില്ല. ഏത് ഉൽപ്പന്നമാണ് നിർമ്മിക്കുന്നത്, ഒരു യൂണിറ്റ് നിർമ്മിക്കാൻ എത്ര ചെലവാകും, എത്ര രൂപയ്ക്ക് വിൽക്കും, ഒരു മാസത്തിൽ എത്ര വിൽപ്പന പ്രതീക്ഷിക്കുന്നു, ഉപകരണങ്ങളുടെ വില എത്രയാണ്, അസംസ്കൃത വസ്തുക്കൾ എവിടെ നിന്നാണ് വാങ്ങുന്നത്, ഉപഭോക്താക്കളിലേക്ക് എങ്ങനെ എത്തും തുടങ്ങിയ വിവരങ്ങൾ അടങ്ങിയ ലളിതമായ ഒരു ബിസിനസ് പദ്ധതി തയ്യാറാക്കണം. അപേക്ഷയ്ക്ക് സാധാരണയായി ആധാർ കാർഡ്, പാൻ കാർഡ്, വിലാസരേഖ, ഫോട്ടോ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ബിസിനസിന്റെ വിലാസം, ആവശ്യമായ ഉപകരണങ്ങളുടെ കൊട്ടേഷൻ, നിലവിലുള്ള സംരംഭമാണെങ്കിൽ വിൽപ്പനയുടെയോ ഇടപാടുകളുടെയോ തെളിവുകൾ എന്നിവ ചോദിക്കാം. രേഖകളുടെ പട്ടിക ബാങ്ക് വായ്പ തുകയും ബിസിനസിന്റെ സ്വഭാവവും അനുസരിച്ച് മാറും. പലിശ നിരക്കും എല്ലാ ബാങ്കുകളിലും ഒരുപോലെയല്ല. വായ്പയുടെ അപകട സാധ്യത, അപേക്ഷകയുടെ ക്രെഡിറ്റ് നില, ബാങ്കിന്റെ നയം, തിരിച്ചടവ് കാലയളവ് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയാണ് പലിശ തീരുമാനിക്കുക. അതിനാൽ ഒരു ബാങ്ക് പറഞ്ഞ നിബന്ധന കേട്ട് ഉടൻ തീരുമാനിക്കുന്നതിന് പകരം 2-3 അംഗീകൃത ബാങ്കുകളിലെ പലിശ, പ്രോസസ്സിംഗ് ചാർജ്, തിരിച്ചടവ് കാലാവധി, മുൻകൂർ അടയ്ക്കുന്നതിനുള്ള നിബന്ധന എന്നിവ താരതമ്യം ചെയ്യുന്നത് നല്ലതാണ്. ബാങ്ക് ശാഖകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ, ചെറുകിട ധനകാര്യ ബാങ്കുകൾ, അംഗീകൃത ബാങ്കിതര ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ വഴിയാണ് മുദ്ര വായ്പ ലഭിക്കുക. വായ്പ ലഭ്യമാക്കി തരാമെന്ന് പറഞ്ഞ് മുൻകൂറായി വലിയ തുക ആവശ്യപ്പെടുന്ന അനധികൃത ഇടനിലക്കാരിൽ നിന്നും അകലം പാലിക്കണം. ബാങ്കിൽ നിന്നോ ഔദ്യോഗിക പോർട്ടലുകളിൽ നിന്നോ മാത്രം വിവരങ്ങൾ സ്വീകരിക്കുകയാണ് സുരക്ഷിതം. ഇനി രണ്ടാമത്തെ പ്രധാന അവസരം പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പദ്ധതി അഥവാ PMEGP ആണ്. ഒരു പുതിയ മൈക്രോ സംരംഭം ആരംഭിക്കുന്നതിനായി ബാങ്ക് വായ്പയോടൊപ്പം സർക്കാർ മാർജിൻ മണി സബ്സിഡിയും ലഭ്യമാക്കുന്ന പദ്ധതിയാണിത്. സാധാരണ ബിസിനസ് വായ്പയിൽ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ തുകയും പലിശയോടെ തിരിച്ചടയ്ക്കേണ്ടി വരും. എന്നാൽ PMEGP-യിൽ യോഗ്യമായ പദ്ധതികൾക്ക് സർക്കാർ നിശ്ചിത ശതമാനം മാർജിൻ മണി സബ്സിഡിയായി അനുവദിക്കുന്നു. എന്നിരുന്നാലും ഈ സബ്സിഡി അപേക്ഷകയുടെ കയ്യിൽ നേരിട്ട് ചെലവഴിക്കാൻ നൽകുന്ന സൗജന്യ പണമല്ല. ഇത് ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ചാണ് നൽകുന്നത്. പദ്ധതിയുടെ നിബന്ധനകൾ പാലിക്കുകയും യൂണിറ്റ് പ്രവർത്തിക്കുകയും പരിശോധനകൾ പൂർത്തിയാവുകയും ചെയ്ത ശേഷമാണ് സബ്സിഡിയുടെ ആനുകൂല്യം വായ്പാ അക്കൗണ്ടിൽ ക്രമീകരിക്കുന്നത്. നിർമ്മാണ മേഖലയിലെ പദ്ധതികൾക്ക് പരമാവധി 50 ലക്ഷം രൂപ വരെയും സേവന മേഖലയിലെ പദ്ധതികൾക്ക് പരമാവധി 20 ലക്ഷം രൂപ വരെയുമുള്ള പദ്ധതി ചെലവാണ് നിലവിലെ PMEGP ഘടനയിൽ പരിഗണിക്കുന്നത്. സ്ത്രീകളെ പ്രത്യേക വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയതിനാൽ അവരുടെ സ്വന്തം നിക്ഷേപ വിഹിതം സാധാരണയായി പദ്ധതി ചെലവിന്റെ 5%. ഗ്രാമപ്രദേശത്ത് ആരംഭിക്കുന്ന യോഗ്യമായ വനിതാ സംരംഭത്തിന് പദ്ധതി ചെലവിന്റെ 35% വരെയും നഗരപ്രദേശത്ത് 25% വരെയും മാർജിൻ മണി സബ്സിഡി ലഭിക്കുന്നതാണ്. ശേഷിക്കുന്ന ഭാഗമാണ് ബാങ്ക് വായ്പയായി ക്രമീകരിക്കുക. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ ചെലവുള്ള ഒരു ഗ്രാമീണ വനിതാ സംരംഭം യോഗ്യത നേടുകയാണെങ്കിൽ അപേക്ഷകയുടെ സ്വന്തം വിഹിതം 5% ആയിരിക്കാം. മാർജിൻ മണി സബ്സിഡി നിബന്ധന പ്രകാരം 35% വരെ ലഭിക്കാം. ശേഷിക്കുന്ന തുക ബാങ്ക് വായ്പയായി വരാം. എന്നാൽ ഇത് ഒരു പൊതുവായ വിശദീകരണം മാത്രമാണ്. ഓരോ അപേക്ഷയുടെയും പദ്ധതി ചെലവ്, പ്രവർത്തന മേഖല, ബാങ്കിന്റെ വിലയിരുത്തൽ, സർക്കാർ മാർഗനിർദ്ദേശം എന്നിവ അനുസരിച്ചായിരിക്കും അന്തിമ കണക്കുകൂട്ടൽ. PMEGP പ്രധാനമായും കൃഷിയേതര മേഖലയിലെ പുതിയ സൂക്ഷ്മ സംരംഭങ്ങൾ സൃഷ്ടിച്ച് സ്വയം തൊഴിലും അധിക തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ദേശീയതല നോഡൽ ഏജൻസി ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ അഥവാ KVIC ആണ്. സംസ്ഥാന തലത്തിൽ KVIC, ഖാദി, ഗ്രാമ വ്യവസായ ബോർഡുകൾ, ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. PMEGP-ക്ക് അപേക്ഷിക്കാൻ 18 വയസ്സ് പൂർത്തിയായിരിക്കണം. പൊതുവെ പ്രത്യേകമായ കുടുംബ വരുമാന പരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിലും അപേക്ഷകൻ നിർദ്ദേശിക്കുന്ന സംരംഭം പദ്ധതിയുടെ നിബന്ധനകൾക്ക് അനുയോജ്യമായിരിക്കണം. നിർമ്മാണ മേഖലയിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതിക്കും സേവന മേഖലയിൽ 5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതിക്കും കുറഞ്ഞത് 8ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമായേക്കാം. ഇത് നിലവിലുള്ള ഒരു ബിസിനസിന്റെ സാധാരണ പ്രവർത്തന ചെലവ് നിറവേറ്റാനുള്ള പദ്ധതിയല്ല. പ്രധാനമായും പുതിയ യൂണിറ്റുകൾ ആരംഭിക്കാനാണ് സഹായം. നേരത്തെ മറ്റൊരു സർക്കാർ സബ്സിഡി പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ച അതേ യൂണിറ്റ് വീണ്ടും പുതിയ യൂണിറ്റിനുള്ള സഹായം ലഭിക്കണമെന്നില്ല. അതിനാൽ അപേക്ഷയിൽ പഴയ ബിസിനസ് വിവരങ്ങൾ മറച്ചുവെക്കരുത്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ്, മസാലപ്പൊടി നിർമ്മാണം, ബേക്കറി, വസ്ത്രനിർമ്മാണം, റെഡിമെയ്ഡ് ഗാർമെന്റ് യൂണിറ്റ്, പേപ്പർ കപ്പ് അല്ലെങ്കിൽ പേപ്പർ ബാഗ് നിർമ്മാണം, ഫർണിച്ചർ നിർമ്മാണം, ബ്യൂട്ടി വെൽനസ് കേന്ദ്രം, കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രം, ഡിജിറ്റൽ ഡിസൈൻ സേവനം, പ്രിന്റിംഗ് യൂണിറ്റ്, കരകൗശല ഉൽപ്പന്നങ്ങൾ, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ, റിപ്പയർ സർവീസ് തുടങ്ങിയ നിരവധി മേഖലകൾ പദ്ധതി വ്യവസായങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാം. എന്നാൽ പദ്ധതിയിൽ വിലക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ നിയമപരമായ അനുമതിയില്ലാത്ത ബിസിനസ്സുകൾക്കോ ധനസഹായം ലഭിക്കില്ല. ഒരു മികച്ച PMEGP അപേക്ഷയിൽ ബിസിനസിന്റെ പേര് മാത്രമല്ല മുഴുവൻ പ്രവർത്തന പദ്ധതിയും ഉണ്ടായിരിക്കണം. സ്ഥലം എവിടെയാണ്, വാടക എത്രയാണ്, യന്ത്രങ്ങളുടെ വില എത്രയാണ്,
വൈദ്യുതി ആവശ്യകത എന്താണ്? അസംസ്കൃത വസ്തുക്കളുടെ ഉറവിടം എവിടെയാണ്? ആദ്യ 6 മാസത്തെ പ്രവർത്തന ചെലവ് എത്രയാണ്? എത്ര ആളുകൾക്ക് തൊഴിൽ നൽകും? പ്രതീക്ഷിക്കുന്ന വിൽപ്പന എത്രയാണ്? മാസത്തവണ അടച്ച ശേഷം ലാഭം ശേഷിക്കുമോ? തുടങ്ങിയ കാര്യങ്ങൾ പദ്ധതി രേഖയിൽ വ്യക്തമാക്കണം. അപേക്ഷ ഓൺലൈനായി ഔദ്യോഗിക PMEGP പോർട്ടൽ വഴി സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിച്ചതുകൊണ്ട് മാത്രം വായ്പ ഉറപ്പാകില്ല. ബന്ധപ്പെട്ട നടപ്പാക്കൽ ഏജൻസി അപേക്ഷ പരിശോധിക്കുകയും പിന്നീട് ബാങ്ക് പദ്ധതിയുടെ സാമ്പത്തിക സാധ്യത വിലയിരുത്തുകയും ചെയ്യും. സംരംഭകത്വ വികസന പരിശീലനം പൂർത്തിയാക്കേണ്ടതും വായ്പാ വിതരണവുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളിൽ ഒന്നാകാം. KVIC ഇതിനായി ഔദ്യോഗിക ഓൺലൈൻ പരിശീലന സൗകര്യവും നൽകുന്നുണ്ട്. ഇനി മൂന്നാമത്തെ അവസരമായ ഷീമാർട്സ് മറ്റുള്ള 2 പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതൊരു വ്യക്തിഗത ബാങ്ക് വായ്പയോ നേരിട്ട് പണം നൽകുന്ന സബ്സിഡി പദ്ധതിയോ അല്ല. 2026-27 കേന്ദ്ര ബജറ്റിൽ ഗ്രാമീണ വനിതാ സംരംഭങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി പ്രഖ്യാപിച്ച വിപണി പിന്തുണാ സംവിധാനമാണിത്. സെൽഫ് ഹെൽപ്പ് എന്റർപ്രണർ മാർട്സ് എന്നതിന്റെ ചുരുക്കരൂപമാണ് ഷീമാർട്സ്. വനിതാ സ്വയം സഹായ സംഘങ്ങൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിരമായ റീറ്റെയിൽ വിപണിയും ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള ബന്ധവും ലഭ്യമാക്കുകയാണ് പ്രഖ്യാപനത്തിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പ്രവർത്തിക്കുന്ന വനിതാ സംഘങ്ങൾ അച്ചാർ, പലഹാരം, മസാലപ്പൊടി, അരിപ്പൊടി, സോപ്പ്, മെഴുകുതിരി, വസ്ത്രങ്ങൾ, ബാഗുകൾ, കരകൗശല വസ്തുക്കൾ, ജൈവ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ നിർമ്മിക്കുന്നുണ്ട്. പല ഉൽപ്പന്നങ്ങൾക്കും നല്ല നിലവാരമുണ്ടെങ്കിലും അവയ്ക്ക് സ്ഥിരമായ പാക്കേജിംഗ്, ബ്രാൻഡിംഗ്, പ്രദർശനം, വിപണനം, സംഭരണം, ഉപഭോക്തൃ ബന്ധം എന്നിവ ലഭിക്കുന്നില്ല. ഉൽപ്പന്നം നിർമ്മിക്കുന്നതിൽ കഴിവുണ്ടെങ്കിലും അത് വിപണിയിൽ വിൽക്കാൻ കഴിയാതെ പോകുന്നതാണ് പല ചെറിയ വനിതാ സംരംഭങ്ങളുടെയും പ്രധാന പ്രശ്നം. ചിലപ്പോൾ ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നം വാങ്ങുകയും വലിയ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യും. അതോടെ ഉൽപ്പന്നം നിർമ്മിച്ച സ്ത്രീകൾക്ക് ലഭിക്കുന്ന യഥാർത്ഥ വരുമാനം കുറയും. ഷീമാർട്സ് പോലുള്ള സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള റീറ്റെയിൽ കേന്ദ്രങ്ങൾ ഈ പ്രശ്നം കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ക്ലസ്റ്റർ തല വനിതാ ഫെഡറേഷനുകളുമായി ബന്ധപ്പെടുത്തി ഇത്തരം മാർട്ടുകൾ സ്ഥാപിക്കുകയും സ്ത്രീകൾ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒരേ വേദിയിൽ വിപണനം ചെയ്യുകയും ചെയ്യുമെന്നാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ പറയുന്നത്. എന്നാൽ ഇത് പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം തന്നെ എല്ലാ ജില്ലകളിലും കടകൾ തുറക്കും എന്നർത്ഥമല്ല. പദ്ധതി എങ്ങനെ നടപ്പാക്കും? ഏത് പ്രദേശങ്ങളെയാണ് ആദ്യം തിരഞ്ഞെടുക്കുക? ആരെല്ലാം പങ്കാളികളാകും? അപേക്ഷയോ രജിസ്ട്രേഷനോ എങ്ങനെ നടത്തും? തുടങ്ങിയ കാര്യങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകളുടെ തുടർ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തമാകേണ്ടതാണ്. കേരളത്തിലെ വനിതാ സ്വയം സഹായ സംഘങ്ങൾ, കുടുംബശ്രീ ജില്ലാ മിഷൻ, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് തല ഫെഡറേഷൻ, ഗ്രാമവികസന വകുപ്പ് എന്നിവിടങ്ങളിലുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ശ്രദ്ധിക്കണം. ഷീമാർട്ട് സമൂഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള റീറ്റെയിൽ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുമെന്നാണ് കേന്ദ്ര ബജറ്റ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ 3 അവസരങ്ങളിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നത് ഓരോ സ്ത്രീയുടെയും സാഹചര്യത്തെ ആശ്രയിച്ചിരിക്കും. വീട്ടിലൊരു തയ്യൽ മെഷീൻ വാങ്ങി ചെറിയ രീതിയിൽ ജോലികൾ ആരംഭിക്കാനോ, കേക്ക് നിർമ്മാണം, ഭക്ഷ്യോൽപ്പന്നം, ഓൺലൈൻ സേവനം പോലുള്ള മൈക്രോ ബിസിനസ് തുടങ്ങാനോ ചെറിയ തുക മാത്രം ആവശ്യമാണെങ്കിൽ മുദ്രയിലെ ശിശു വിഭാഗം പരിശോധിക്കാം. നേരത്തെ ചെറിയ തോതിൽ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിലും കൂടുതൽ മെഷീനോ അസംസ്കൃത വസ്തുക്കളോ വേണമെങ്കിൽ കിഷോർ വിഭാഗം അനുയോജ്യമാകാം. ബിസിനസ് ഇതിനകം വളർച്ചയുടെ ഘട്ടത്തിലാണെന്നും കൂടുതൽ ജീവനക്കാരെയും ഉപകരണങ്ങളെയും വിപണന സൗകര്യങ്ങളെയും ആവശ്യമുണ്ടെന്നും വരുമ്പോൾ തരുൺ വിഭാഗം പരിഗണിക്കാം. പുതിയൊരു നിർമ്മാണ യൂണിറ്റോ സേവന കേന്ദ്രമോ ആരംഭിച്ച് ബാങ്ക് വായ്പയോടൊപ്പം സർക്കാർ മാർജിൻ മണി സബ്സിഡിയും നേടണമെന്ന് ലക്ഷ്യമെങ്കിൽ PMEGP കൂടുതൽ അനുയോജ്യമായിരിക്കാം. എന്നാൽ PMEGP അപേക്ഷ കൂടുതൽ വിശദമായ പദ്ധതി രേഖയും ബാങ്ക് പരിശോധനയും പരിശീലനവും ആവശ്യപ്പെടുന്ന പ്രക്രിയയായിരിക്കാം. ഒരു സ്വയം സഹായ സംഘത്തിന്റെ ഭാഗമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിലും വിൽപ്പനയ്ക്കുള്ള സ്ഥിരമായ വിപണി ലഭിക്കുന്നില്ലെങ്കിൽ ഷീമാർട്ട് സംബന്ധിച്ച പ്രാദേശിക നടപടികൾ ശ്രദ്ധിക്കാം. ഏത് പദ്ധതി തിരഞ്ഞെടുക്കുന്നതിന് മുൻപും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം. ഇതിനകം ഭവന വായ്പ, വാഹന വായ്പ, സ്വർണ്ണ വായ്പ, ക്രെഡിറ്റ് കാർഡ് ബാധ്യതകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ പുതിയൊരു ബിസിനസ് വായ്പയുടെ മാസത്തവണ കൈകാര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ആദ്യം കണക്കുകൂട്ടണം. ബിസിനസ് തുടങ്ങുന്ന ആദ്യ മാസം മുതൽ വലിയ ലാഭം ലഭിക്കണമെന്നില്ല. ചില സംരംഭങ്ങൾക്ക് ഉപഭോക്താക്കളെ കണ്ടെത്താനും വിശ്വാസം സൃഷ്ടിക്കാനും 6 മാസമോ അതിലധികമോ സമയം വേണ്ടിവരും. അതിനാൽ മുഴുവൻ കുടുംബ ചെലവും ബിസിനസിന്റെ ആദ്യ മാസത്തെ വരുമാനത്തിൽ ആശ്രയിച്ച് ആസൂത്രണം ചെയ്യരുത്. കഴിയുന്നിടത്ത് ചെറിയ രീതിയിൽ വിപണി പരീക്ഷണം നടത്തണം. ഉദാഹരണത്തിന് അച്ചാർ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം 100 കുപ്പി നിർമ്മിക്കുന്നതിന് പകരം 20-30 കുപ്പി തയ്യാറാക്കി ഉപഭോക്താക്കളുടെ പ്രതികരണം അറിയാം. തയ്യൽ യൂണിറ്റ് തുടങ്ങുന്ന ഒരാൾ ആദ്യം പരിചയമുള്ള ഉപഭോക്താക്കളിൽ നിന്നും ഓർഡർ സ്വീകരിച്ച് സമയം, ചിലവ്, ലാഭം എന്നിവ കണക്കാക്കാം. വിപണി പരീക്ഷണത്തിൽ നല്ല പ്രതികരണം ലഭിച്ച ശേഷം വായ്പയെടുത്ത് വികസിപ്പിക്കുന്നത് അപകട സാധ്യത കുറയ്ക്കും. അവസാനമായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സാമ്പത്തിക അച്ചടക്കമാണ്. വായ്പ ലഭിക്കുന്നത് ഒരു ബിസിനസിന്റെ വിജയമല്ല. വായ്പ കൃത്യമായി ഉപയോഗിച്ച് വരുമാനം സൃഷ്ടിക്കുകയും തിരിച്ചടവ് മുടങ്ങാതെ നടത്തുകയും ചെയ്യുന്നതാണ് വിജയത്തിന്റെ യഥാർത്ഥ അളവുകോൽ. വായ്പയായി ലഭിച്ച പണം വിവാഹ ചെലവിനോ വീട്ടുപകരണങ്ങൾ വാങ്ങാനോ വ്യക്തിപരമായ യാത്രയ്ക്കോ മറ്റ് സ്വകാര്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിച്ചാൽ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തന മൂലധനം നഷ്ടമാകും. ഓരോ ചെലവും രേഖപ്പെടുത്തണം.
അസംസ്കൃത വസ്തുക്കൾ, പാക്കേജിംഗ്, വൈദ്യുതി, യാത്ര, ഡെലിവറി, ഓൺലൈൻ പരസ്യം, ജീവനക്കാരുടെ വേതനം, ബാങ്ക് പലിശ എന്നിവ ഉൾപ്പെടുത്തി ഉൽപ്പന്നത്തിന്റെ യഥാർത്ഥ ചെലവ് കണക്കാക്കണം. പലരും അസംസ്കൃത വസ്തുവിന്റെ വില മാത്രം നോക്കി ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നതിനാൽ ലാഭമുണ്ടെന്ന് കരുതുമ്പോഴും അവസാനം നഷ്ടത്തിലാകുന്നു. വ്യക്തിഗത ബാങ്ക് അക്കൗണ്ടും ബിസിനസ് ഇടപാടുകളും കഴിയുന്നിടത്ത് വേർതിരിച്ച് സൂക്ഷിക്കണം. ഡിജിറ്റൽ പേയ്മെന്റ് സ്വീകരിക്കുമ്പോൾ എല്ലാ ഇടപാടുകളുടെയും രേഖ ലഭിക്കുന്നതിനാൽ വിൽപ്പന കണക്കാക്കാനും ഭാവിയിൽ ബാങ്കിനെ സമീപിക്കാനും സഹായിക്കും. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ ആവശ്യമായ രജിസ്ട്രേഷനും ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കണം. സ്ഥാപനത്തിന്റെ സ്വഭാവമനുസരിച്ച് പ്രാദേശിക സ്ഥാപനങ്ങളുടെ ലൈസൻസ്, നികുതി രജിസ്ട്രേഷൻ, മറ്റ് നിയമാനുമതികൾ എന്നിവ ആവശ്യമായി വന്നേക്കാം. സോഷ്യൽ മീഡിയയിൽ ഗ്യാരണ്ടി ഇല്ലാതെ ഉടൻ ലക്ഷങ്ങൾ രേഖകളില്ലാതെ വായ്പ അപേക്ഷിക്കുന്ന എല്ലാവർക്കും സബ്സിഡി എന്നിങ്ങനെ പ്രചരിക്കുന്ന സന്ദേശങ്ങൾ വിശ്വസിക്കരുത്. വായ്പ അനുവദിക്കാമെന്ന് പറഞ്ഞ് സ്വകാര്യ അക്കൗണ്ടിലേക്ക് മുൻകൂർ തുക അയക്കാൻ ആവശ്യപ്പെടുന്നവരെയും OTP, ബാങ്ക് പാസ്വേഡ്, പിൻ നമ്പർ എന്നിവ ചോദിക്കുന്നവരെയും ഒഴിവാക്കണം. സർക്കാർ പദ്ധതികൾ അവസരത്തിന്റെ വാതിൽ തുറക്കാം. പക്ഷേ ആ വാതിലിലൂടെ മുന്നോട്ട് പോകേണ്ടത് സംരംഭകയാണ്. അറിവ്, പരിശീലനം, കൃത്യമായ പദ്ധതി, ഗുണമേന്മയുള്ള ഉൽപ്പന്നം, ഉപഭോക്താക്കളോടുള്ള ഉത്തരവാദിത്തം, സ്ഥിരമായ പരിശ്രമം എന്നിവ ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ചെറിയ സംരംഭം ഉറച്ച വരുമാന മാർഗമായി വളരുന്നത്. അതിനാൽ വായ്പ എത്ര ലഭിക്കുമെന്ന ചോദ്യം മാത്രം ചോദിക്കാതെ ഈ ബിസിനസ് എങ്ങനെ നിലനിർത്താം, എങ്ങനെ ഉപഭോക്താക്കളെ കണ്ടെത്താം, എങ്ങനെ ചിലവ് കുറയ്ക്കാം, എങ്ങനെ സമയബന്ധിതമായി തിരിച്ചടയ്ക്കാം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഈ വിവരങ്ങൾ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്ന അമ്മമാർക്കും സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. ശരിയായ വിവരം ശരിയായ സമയത്ത് ലഭിക്കുന്നത് പല സ്ത്രീകളുടെയും കഴിവിനെ ഒരു വിജയകരമായ സംരംഭമായി മാറ്റാൻ സഹായിച്ചേക്കാം. നന്ദി, നമസ്കാരം. Please subscribe our channel.